പ്രസിഡന്റ് പേരിട്ടിട്ട് അവിടെ നീ ശരിക്കുള്ളതായ ബാനർ അടിച്ചിരണ്ട, അതുള്ള അവകാശമില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് എത്ര ആളുമാരല്ലേ ആ രൂപത്തിൽ നടന്നുകൊണ്ടുള്ളത്. ഒരു കോളത്തില് രണ്ടകണക്കില് ബാനറോ ചെന്നിട്ട് ശരിക്കും ബാനർ അടിക്കുന്ന ആളുമാര് അതിന് വേണ്ട മുസ്ലിമേ, അത് പള്ളിയുടെ പേരിട്ടിട്ട് വേണ്ട, അല്ലാഹു ബേനായിട്ട് സുജൂദിട്ട് ജായ ആ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ നിന്റെ പേരിന്റെ കീഴവിടെ അധ്യക്ഷരും സെക്രട്ടറി ചെന്നിട്ട് ഇന്നാലിന്ന പള്ളിയുടെ പേരടിച്ചിട്ടിക്കണവനല്ല. എവിടെങ്കിലും ഒരു കമ്പളം നടക്കുമ്പോ 4-5 പള്ളിയുടെ പ്രസിഡന്റുമാർ ബാനറിടണായങ്ങളല്ല, അതല്ലാടെ പള്ളി മുഅ്മിനേ, അവിടെ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കണോ. അല്ലാഹുവിന്റെ പള്ളിയിൽ സുജൂദിട്ടിട്ട് ദേവസ്ഥാനത്ത് പോയിട്ട് കൈമുകിയവനായ നീനല്ല, ദൈവസ്ഥാനത്ത് പോയിട്ട് കൈമുകിയവനാവനല്ല, ബിംബത്തേക്ക് സുജൂദിനായ നീനല്ല, പുറകച്ചര പോയിട്ട് അവിടെ സുജൂദിനായ ഒരു മുഅ്മിനായ മനുഷ്യനല്ല. ഏത് അധികാരമാവട്ടെ അല്ലാഹു തന്നെ അധികാര അല്ലാഹു എടുക്കുക തീരും. മുഅ്മിനേ, ആദർശം പണയം വെക്കണ്ട, ഈമാന്റെ പണയം വെക്കണ്ട. അങ്ങനെ വെച്ചിട്ട് നീനൊരുക്കലും അധികാരത്തിന് മോഹിക്കണ്ട. കുംഭമേളത്തിൽ കുളിക്കട അവസ്ഥ മുസ്ലിമീകൾക്ക് നാണം കെട്ടതല്ലേ. എവിടെ പാപ പുണ്യകർമ്മ ചെയ്യവോ പാപങ്ങളെ എല്ലാം കറിഞ്ഞു പോകൂ. കുംഭമേളത്തെ തണ്ണിന് പോയിട്ട് മുങ്ങുള്ളതല്ല. തൗബയുടെ ബായിലുള്ളവോ തുറന്നു തരുമ്പോ ആ ബായിന് മുഖാന്തരണീന് തൗബ ചെയ്യേ, നിന്റെ ദോഷങ്ങളെല്ലാം പുറത്തു തരോ. അല്ലാണ്ട് അധികാരത്തെ ഓട്ടുകേനായിട്ട് അങ്ങനെ ആക്കിരണ്ടോ, അത് ഈമാൻ ഇളകിപ്പോകും മുഅ്മിനേ, ഈമാൻ ഉരുകിപ്പോകും മുഅ്മിനേ. അങ്ങനെ മുഅ്മിനീങ്ങളെ സൗഹാർദ്ദത്തെ എങ്ങനെ വേണായേ, നാണ് തൊപ്പിട്ടത് കൊണ്ട് മാത്രമല്ല, അന്യമതക്കാർ നാമിട്ടത് കൊണ്ടല്ല സൗഹാർദ്ദത്തെ, അതിലല്ല ബഹുമാനിക്കണായത്, അങ്ങനെ ആദരിക്കണായത്. അതായിട്ട് നിജമായിട്ടുള്ള സൗഹാർദ്ദത്തെ, മതസൗഹാർദ്ദത്തെ വേണായ ആരോപത്തില് നാണ് മറ്റുള്ള ധർമ്മത്തെ ആചാര വിചാരത്തെ കൊണ്ട് നടക്കണതാ. അങ്ങ് വന്നിട്ട് നിസ്കരിക്കണതാ, നാണ് പോയിട്ട് ദേവസ്ഥാനത്ത് പോയിട്ട് സുജൂദിടതാ. ഇത് സൗഹാർദ്ദത്തെ അല്ല, ഇത് ഒരിക്കലും സൗഹാർദ്ദത്തെ അല്ല. അതായിട്ട് മതസൗഹാർദ്ദം ചെന്നെങ്കിൽ എല്ലാ മതത്തങ്ങളെ ഗൗരവിക്ക, എല്ലാ മതത്തങ്ങളെ ആദരിക്ക. ഇതായിട്ട് സമുദായത്തെ കാട്ടണായ സൗഹാർദ്ദത്തെ. അങ്ങനെ ഈമാൻ പൂർണ്ണമാവനുണ്ട് കണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമാവണോ, അല്ലാഹുവിന്റെ മലക്കുമാരെ കൊണ്ട് വിശ്വസിക്കണമാവണോ, അല്ലാഹുവിന്റെ നബിമാരെ കൊണ്ട് വിശ്വസിക്കണവനാവണോ, ഖിയാമത്ത് നാളെ കൊണ്ട് വിശ്വസിക്കണമാവണോ. അങ്ങനെ വിശ്വാസമുണ്ടോ ഈമാൻ പൂർണ്ണമാവോ. അവരുടെ വിഷയം ചൊല്ലുമ്പോ ഏതെങ്കിലും ഒരു സിനിമയിലുള്ള സ്റ്റോറിയല്ല, ഇംഗ്ലീഷ് സിനിമയിൽ വന്ന സ്റ്റോറിയല്ല, അല്ല ഏതോ ഒരു ലേഖനത്തിൽ വന്നതല്ല, ഏതോ ഒരു കാന്തമ്പരുള്ളതല്ല. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപാടിയത്. ഇൻഹുവ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിന്റെ വഹിയല്ലാണ്ട് ലോകത്തിൽ പോലും ഒരു ഹർഫ് പോലും ഉണ്ടാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം